हरि ओम हरि ओम हरि ओम। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराड् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा दाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सताम् वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ഇൻവെർട്ടർ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. നാരായണ നാരായണ.
ഓം യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ. നിർമ്മായ ശേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ. സോലം കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം ചതുർത്ഥ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗജേന്ദ്രമോക്ഷം കഥ തുടരുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഗജേന്ദ്രന്റെ അതിമനോഹരമായിട്ടുള്ള സ്തുതി വർണ്ണിച്ച ശേഷം മറ്റ് ദേവന്മാരാരും അവിടെ വന്ന് ഗജേന്ദ്രനെ രക്ഷിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ നിർഗുണമായ നിർവിശേഷമായ സ്തുതി കൊണ്ടാണ് ഗജേന്ദ്രൻ സ്തുതിച്ചത്.
ഓരോ ദേവന്മാരും അവരവരുടെ വിവിധ ലിംഗഭേദങ്ങളിൽ അഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് അവരാരും വന്നില്ല. ആ സമയത്ത് കരുണാമൂർത്തിയായ ഭഗവാൻ നാരായണൻ ഹരി എന്ന പേരിൽ അവതരിച്ചുകൊണ്ട് അവിടെ ഗരുഡവാഹനനായി ഗജേന്ദ്രന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഗജേന്ദ്രൻ ഭഗവാനെ കണ്ടതോടുകൂടി നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് തന്റെ തുമ്പിക്കൈ നീട്ടി ഒരു താമരപ്പൂ പറിച്ച് ഭഗവാന്റെ നേരെ അർച്ചിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ ആ തുമ്പിക്കൈയിൽ പിടിച്ച് ഗജേന്ദ്രനെ മുകളിലോട്ട് ഉദ്ധരിച്ചു. കാലിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ മുതലയെ ഭഗവാൻ തന്റെ സുദർശനം കൊണ്ട് കണ്ഠം ഛേദിച്ചു. അങ്ങനെ ഗജേന്ദ്രനെ ഭഗവാൻ ഉയർത്തി. ദേവന്മാരെല്ലാം അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുന്ന ആ രംഗത്തെ വർണ്ണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ശ്ലോകം നിർത്തിയത്. സസ്പെൻസിലാണ് നിർത്തിയിരിക്കണം അല്ലേ? ഇനി എന്താണ്? ഭഗവാൻ ഗജേന്ദ്രനെ തുമ്പിക്കൈ പിടിച്ച് പൊക്കി ഗ്രാഹത്തെ കഴുത്തറുത്ത് കൊന്നു. ഇനി എന്താ സംഭവിച്ചത്? ഗജേന്ദ്രൻ എന്ത് സംഭവിച്ചു? ഗജേന്ദ്രനെ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? ആ മുതല ആരായിരുന്നു? ആ മുതലയ്ക്ക് പിന്നീട് എന്തു പറ്റി? പിന്നീട് ഭഗവാൻ എന്തൊക്കെ ചെയ്തു? ഇങ്ങനെയുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചുകൊണ്ടാണ് അല്ലെ ആദ്യമായിട്ട് ഗജേന്ദ്രമോക്ഷം വായിക്കുന്നവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് കവി അതിമനോഹരമായിട്ട് ആ അധ്യായത്തെ അവിടെ ഉപസംഹരിച്ച് നിർത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ പിന്നെ പല പ്രാവശ്യം ഗജേന്ദ്രമോക്ഷം കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സസ്പെൻസ് തോന്നുന്നില്ല. തുടർന്ന് എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും നമുക്ക് വീണ്ടും ഭാഗവതത്തിലൂടെ ആ കഥ കേൾക്കാം. അതിലേക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ അഷ്ടമസ്കന്ധേ ചതുർത്ഥോऽധ്യായः. ശ്രീശുക ഉവാച തദാ ദേവർഷിഗന്ധർവാः ബ്രഹ്മേശാനപുരോഗമാः മുമുചു കുസുമാസാരം സംസന്ദ കർമ്മ തദ്ഹരേഃ. നേതുർദുന്ദുഭയോ ദിവ്യാഃ ഗന്ധർവാനനുദുർജഗുഃ. ഋഷയശ്ചാരണാ സിദ്ധാഃ തുഷ്ടുവുഃ പുരുഷോത്തമം. യോऽസൗ ഗ്രാഹഃ स वै सद्यः परमाश्चर्यरूपधृक्. मुक्तो देवलशापेन हूहूर्गन्धर्वसत्तमः. प्रणम्य शिरसाधीशम् उत्तमश्लोकमव्ययम्. अगायत यशोधाम कीर्तन्यगुणसत्कथम्. सोऽनुकम्पितैशेन परिक्रम्य प्रणम्य तम्. लोकस्य पश्यतो लोकम् स्वम् अगाद् मुक्तकिल्बिषः. गजेन्द्रो भगवत्स्पर्शाद् विमुक्तो ज्ञानबन्धनाद्. प्राप्तो भगवतो रूपम् पीतवासाश्चतुर्भुजः. स वै पूर्वमबोद्राजा पाण्ड्यो द्रविडसत्तमः. इन्द्रद्युम्नैति ख्यातो विष्णुव्रतपरायणः. स एकदाराधनकाल आत्मवान् गृहीतमौनव्रत ईश्वरम् हरिम्. जडाधरस्तापस आप्लुतोऽच्युतम् समर्चयामास कुलाजलाश्रमः. यदृच्छया तत्र महायशा मुनिः समागमत् शिष्यगणैः परिश्रितः. तम् वीक्ष्य तूष्णीम् अकृतार्हणादिकम् रहस्युपासीनम् ऋषिश्चुकोपः. तस्मायिमम् शापमदात् असाधुः अयम् दुरात्मा कृतबुद्धिरद्य. विप्रावमन्दा विशदाम् तमोन्धम् यदा गजस्तब्धमतिः स एव.
ശ്രീശുകവാച ഏവം ശപ്ത്വാ ഗതോഗസ്ത്യോ ഭഗവാൻ നൃപസാനുഗഃ ഇന്ദ്രദ്യുമ്നോപി രാജർഷിഃ ദിഷ്ടം തദുപധാരയൻ ആപന്നകൗഞ്ചരീം യോനിം ആത്മസ്മൃതി വിനാശിനീം ഹര്യർച്ചനാനുഭാവേന യദ്ഗജത്വേപി അനുസ്മൃതിഃ ഏവം വിമോക്ഷ്യ ഗജയൂഥപമബ്ജനാഭഃ തേനാപി പാർഷദഗതിം ഗമിതേന യുക്തഃ ഗന്ധർവസിദ്ധവിബുധൈരുപഗീയമാനകർമാദ്ഭുതം സ്വഭവനം ഗരുഡാസനോഗാത് യേതന്മഹാരാജ തവേരിതോ മയാ കൃഷ്ണാനുഭാവോ ഗജരാജമോക്ഷണം സ്വർഗ്യം യശസ്യം കലികൽമഷാപഹം ദുസ്വപ്നനാശം കുരുവർയ ശൃണ്വതാം യഥാനുകീർത്തയന്ത്യേതശ്രേയസ്കാമാദ്വിജാതയഃ ശുചയ പ്രാതരുത്ഥായ ദുസ്വപ്നാദ്യുപശാന്തയേ ഇദമാഹ ഹരിഃ പ്രീതോ ഗജേന്ദ്രം കുരു സത്തമ ശൃണ്വതാം സർവഭൂതാനാം സർവഭൂതമയോ വിഭുഃ. ശ്രീഭഗവാനുവാച യേ മാം ത്വാം ച സരശ്ചേദം ഗിരികന്ധരകാനനം വേത്ര കീചകവേണൂനാം ഗുൽമാനി സുരപാദപാൻ ശൃംഗാണീമാനി ധിഷ്ണ്യാനി ബ്രഹ്മണോ മേ ശിവസ്യ ച ക്ഷീരോദം മേ പ്രിയം ധാമ ശ്വേതദ്വീപം ച ഭാസ്വരം ശ്രീവത്സം കൗസ്തുഭം മാലാം ഗദാം കൗമോദഗീം മമ സുദർശനം പാഞ്ചജന്യം സുപർണം പദകേശ്വരം ശേഷം ച മത്കലാം സൂക്ഷ്മാം ശ്രിയം ദേവീം മദാശ്രയാം ബ്രഹ്മാണം നാരദം ഋഷിം ഭവം പ്രഹ്ലാദമേവ ച മത്സ്യകൂർമ്മവരാഹാദ്യൈരവതാരൈ കൃതാനി മേ കർമാണ്യനന്ദപുണ്യാനി സൂര്യം സോമം ഹുതാശനം പ്രണവം സത്യമവ്യക്തം ഗോവിപ്രാൻ ധർമ്മമവ്യയം ദാക്ഷായണീർധർമ്മപത്നീഃ സോമകശ്യപയോരപി ഗംഗാം സരസ്വതീം നന്ദാം കാളിന്ദീം സിതവാരണം ധ്രുവം ബ്രഹ്മർഷീൻ സപ്ത പുണ്യശ്ലോകാംശ്ച മാനവാൻ ഉത്തായ അപരരാത്രാന്തേ പ്രയദാസു സമാഹിതാഃ സ്മരന്തി മമ രൂപാണി മുച്യന്തേ ഹ്യേനസോകിലാത് യേ മാം സ്തുവന്ത്യനേനാംഗ പ്രതിബുദ്ധ്യ നിശാത്യയേ തേഷാം പ്രാണാത്യയേ ചാഹം ദദാമി വിമലാം മതിം. ശ്രീശുക ഉവാച ഇത്യാദിശ്യ ഋഷീകേശഃ പ്രദ്മായ ജലജോത്തമം ഹർഷയൻ വിബുധാനീകം ആരുരോഹ ഖഗാദിപം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ഗജേന്ദ്രമോക്ഷണം നാമ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2, 3, 4 3 അധ്യായങ്ങളായിട്ടാണ് ഗജേന്ദ്രമോക്ഷം വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മൾ വ്യാഖ്യാനം കഴിഞ്ഞു. ഇന്നിപ്പോൾ 3ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഗജേന്ദ്രൻ നിർവിശേഷമായ സ്തുതി കൊണ്ട്
ബ്രഹ്മതത്വത്തെ സ്തുതിച്ചപ്പോൾ മറ്റ് ദേവന്മാരൊന്നും അവിടെ വന്ന് ഗജേന്ദ്രനെ രക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പേരിലും രൂപത്തിലും വിശേഷണങ്ങളിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ അഭിമാനിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് എന്നെയല്ല വിളിച്ചത്, ഞാൻ പോകേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ചെന്നില്ല. ആ സമയത്ത് ഭഗവാൻ സ്വയം അഖില അമരമയനായതുകൊണ്ട് നിഖിലാത്മകത്വാച്ച, സർവാത്മാവാണ് ഭഗവാൻ, എല്ലാ ദേവന്മാരുടെയും ആത്മസ്വരൂപനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഹരി അവിടെ ഗജേന്ദ്രന്റെ മുമ്പിൽ ആവിർഭവിക്കുന്നു ഗരുഡവാഹനനായിട്ട്. ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാനഃ ചക്രായുധഃ. ചക്രായുധനായി ആ ഗരുഡവാഹനായി എവിടെയാണോ ഗജേന്ദ്രനുള്ളത് അവിടേക്ക് ചെന്നു. ആ ബലവാനായ നക്രത്താൽ അല്ലെങ്കിൽ മുതലയാൽ വളരെ പീഡിപ്പിക്കപ്പെടുന്നവനായ ആ ആർത്തനായ ഗജേന്ദ്രന്റെ അടുത്തേക്ക് ആ ഗജേന്ദ്രനെ കണ്ടിട്ട് ഭഗവാൻ തന്റെ ഗരുഡന് വേഗം പോരാ എന്ന് തോന്നി ഭഗവാൻ പാഞ്ഞു ചെല്ലുകയാണ്. ആ സമയത്ത് ഭഗവാനെ കണ്ടപ്പോഴാണ് അതുവരെ ആരുടെയും നാമം ചൊല്ലാതിരുന്ന ഗജേന്ദ്രൻ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പ്രത്യക്ഷമായി കണ്ട ഭഗവാനെ നാരായണൻ എന്നുള്ള പേരിൽ അഭിസംബോധന ചെയ്തു. തന്റെ തുമ്പിക്കൈ കൊണ്ട് സരസിൽ നിന്ന് താമരപ്പൂ പൊട്ടിച്ച് ഭഗവാന്റെ നേരെ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ നേരെ അർച്ചനയായി എറിഞ്ഞ് ദീനനായി വിലപിച്ചു. ആ സമയത്ത് ഭഗവാൻ പെട്ടെന്ന് താഴോട്ട് ഒന്നുകൂടെ കുതിച്ച് തുമ്പിക്കൈയിൽ പിടിച്ച് ഗജേന്ദ്രനെ മുകളിലോട്ട് ഗ്രാഹത്തോടുകൂടെ, ഗ്രാഹം മുതലയോടുകൂടെ സരസിൽ നിന്ന് കൃപയാ ഉജ്ജഹാര, കാരുണ്യപൂർണം ഉദ്ധരിച്ചു. പിന്നീട് ആ ഗ്രാഹത്തെ ചക്രായുധം കൊണ്ട് അരിണ വിപാടിതമുഖാത്, അരി കൊണ്ട്, അരി എന്നാൽ അരമുള്ളത് ചക്രം, അപ്പൊ ചക്രം കൊണ്ട് മുഖത്തെ അഥവാ ശിരസിനെ വേർപെടുത്തിയിട്ട് ദേവന്മാരെല്ലാം അത്ഭുതപരതന്ത്രരായി നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഹരി ഭഗവാൻ ആ ഗജേന്ദ്രനെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതിന്റെ തുടർച്ചയാണ് ഇവിടെ നമ്മൾ 4-ാം അധ്യായം ആദ്യ ഭാഗം കാണുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ചതുർത്ഥോധ്യായഃ. ശ്രീശുക ഉവാച തദാ ദേവർഷി ഗന്ധർവാഃ ബ്രഹ്മേശാന പുരോഗമാഃ മുമുചു കുസുമാസാരം ശംസന്തഃ കർമ്മതധരേഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. തദാ, അപ്പോൾ, എപ്പോൾ ഭഗവാൻ ആ ഗ്രാഹത്തിന്റെ ശിരസ് വേർപെടുത്തി ഗജേന്ദ്രനെ ഗ്രാഹത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച സന്ദർഭത്തിൽ ബ്രഹ്മ ഈശാന പുരോഗമാഹ ദേവർഷി ഗന്ധർവാഹ. ബ്രഹ്മൻ ഈശാനൻ, ബ്രഹ്മൻ ബ്രഹ്മദേവൻ, ഈശാനൻ മഹാദേവൻ, അവർ പുരോഗമന്മാരായി എന്ന് വെച്ചാൽ അവർ മുമ്പേ ഗമിക്കുന്നുണ്ട്. അവരുടെ പുറകെ ദേവ ഋഷി ഗന്ധർവാഹ, ദേവന്മാര്, ഋഷിമാര്, ഗന്ധർവന്മാര്, ഇവരൊക്കെ പുറകെ ഉണ്ട്, അനുയായികളായിട്ടുണ്ട്. അങ്ങനെയുള്ള ദേവർഷി ഗന്ധർവാഹ മുമുചുഹു കുസുമാസാരം ശംസന്തഃ കർമ്മതധരേഃ. അവരെന്ത് ചെയ്തു? ഹരേഹേ തത് കർമ്മ ശംസന്തഃ. ഭഗവാൻ ഹരിയുടെ ആ അത്ഭുത കർമ്മത്തെ പ്രശംസന്തഃ, ശംസന്തഃ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പ്രശംസിക്കുന്നവരായിട്ട്, അഭിനന്ദിക്കുന്നവരായിക്കൊണ്ട്, ഭഗവാന്റെ ആ കാരുണ്യത്തെയും മഹാത്മ്യത്തെയും ഒക്കെ സ്തുതിക്കുന്നവരായിക്കൊണ്ട് പ്രശംസന്തഃ കുസുമാസാരം മുമുചുഹു. കുസുമത്തിന്റെ ആസാരം, ആസാരം എന്ന് പറഞ്ഞാൽ വൃഷ്ടിയാണ്, മഴയാണ്. കുസുമാസാരം പുഷ്പവൃഷ്ടി, അതിനെ വർഷിച്ചു. മുമുചു മോചിപ്പിച്ചു എന്നർത്ഥം. അപ്പോ അവരെല്ലാവരും ആ ആകാശത്ത് നിന്ന് ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, ഭഗവാന്റെ മാഹാത്മ്യത്തെ സ്തുതിച്ചുകൊണ്ട്. ഭഗവാന്റെ ആ അത്ഭുതകരമായിട്ടുള്ള കർമ്മത്തെ പ്രശംസിച്ചുകൊണ്ട്. ആ സമയത്ത് ദേവന്മാര് പിന്നെയും എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. നേതുർദുംദുഭയോ ദിവ്യാഹ
ഗന്ധർവാനൃതുർജഗുഃ ഋഷയശ്ചാരണാ സിദ്ധാഃ തുഷ്ടുവുഃ പുരുഷോത്തമം നേതുർദുന്ദുഭയോ ദിവ്യാഃ ഗന്ധർവാനൃതുർജഗുഃ ഋഷയശ്ചാരണാ സിദ്ധാഃ തുഷ്ടുവുഃ പുരുഷോത്തമം. അപ്പോ ഗന്ധർവന്മാരെന്ത് ചെയ്തു? ദിവ്യാ ദുന്ദുഭയഃ നേതുഃ, ദിവ്യങ്ങളായ ദുന്ദുബികളെ, ദേവലോകത്തുള്ള വിശേഷമായിട്ടുള്ള ദുന്ദുബികളെ, പെരുമ്പറകളെയൊക്കെ മുഴക്കി നൃത്തം. നേതുഹു നാദം ചെയ്തു, ശബ്ദിപ്പിച്ചു. അങ്ങനെ ദുന്ദുബികൾ മുഴങ്ങി. ഗന്ധർവാഹ നനൃതുഹു, ഗന്ധർവന്മാര് നർത്തനം ചെയ്തു. ജഗുഹു, ഗാനം ചെയ്തു. ജഗുഹു എന്നുള്ളത് ഗാനം. അപ്പൊ ഗന്ധർവാഹ ജഗുഹു നനൃതുഹു ച, ഗാനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ഋഷയഃ ചാരണാഃ സിദ്ധാഃ പുരുഷോത്തമം തുഷ്ടുവുഃ, ഋഷികളും ചാരണന്മാരും സിദ്ധന്മാരും അവരെല്ലാം പുരുഷോത്തമനായ ഭഗവാനെ, നാരായണനെ, ഹരിയെ തുഷ്ടുവുഃ സ്തുതി ചെയ്തു, സ്തോത്രം ചെയ്തു. അപ്പൊ മറ്റുള്ള ദേവവിഭാഗത്തിൽപ്പെട്ടവരായ ചാരണന്മാർ, സിദ്ധന്മാർ, അതുപോലെ ഋഷീശ്വരന്മാർ എല്ലാവരും അവരാലാവുന്നതുപോലെ ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം. യോസൗ ഗ്രാഹസ്സ വൈ സദ്യഃ പരമാശ്ചര്യരൂപദൃക് മുക്തോ ദേവലശാപേന ഹൂഹൂർഗന്ധർവസത്തമഃ. യോസൗ ഗ്രാഹസ്സ വൈ സദ്യഃ പരമാശ്ചര്യരൂപദൃക് മുക്തോ ദേവലശാപേന ഹൂഹൂർഗന്ധർവസത്തമഃ. ആ മുതല ആരായിരുന്നു? എന്ത് സംഭവിച്ചു എന്ന് പറയണ. യോ അസൗ ഗ്രാഹഃ, ഏതൊരു അസൗ, ഈ ഗ്രാഹഃ മുതലയുണ്ടല്ലോ. അപ്പൊ ഇവിടെ വർണ്ണിച്ചതായുള്ള ഈ മുതല, ഈ കഥയിലെ വില്ലനായിരുന്ന മുതല ആരായിരുന്നു? സവൈ സദ്യഃ പരമാശ്ചര്യരൂപദൃക്, അവൻ ഉടനെ തന്നെ ഭഗവത് സ്പർശമേറ്റ് ഭഗവാന്റെ ആയുധം കൊണ്ട് കണ്ഠച്ഛേദം സംഭവിച്ചു. സദ്യഃ ഉടനെ തന്നെ പരമാശ്ചര്യരൂപദൃക്, പരമ ആശ്ചര്യരൂപം ധരിച്ചു. ഏറ്റവും ആശ്ചര്യമായ സുന്ദരമായ ആ ദേവശരീരത്തെ, അവൻ ഗന്ധർവ ശരീരത്തെ ധരിച്ചു എന്നർത്ഥം. അവൻ ആരാണെന്ന് പറയണ. ഹൂഹു ഗന്ധർവസത്തമഃ, ഹൂഹു എന്ന പേരുള്ള ഗന്ധർവസത്തമനാണ്. ഗന്ധർവന്മാരുടെ ഇടയിലുള്ള ചില പേരുകളാണ് ഹാഹ, ഹൂഹു, ഇങ്ങനെയൊക്കെ പേരുകൾ. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് നാമുണ്ടല്ലോ, ഹാഹാ ഹൂഹു മുഖസ്തുത്യ. ഹാഹാ ഹൂഹു മുതലായ ഗന്ധർവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പൊ ഇവിടെ ആ ഹൂഹു എന്നുള്ള ഗന്ധർവസത്തമനായിരുന്നു. അദ്ദേഹം ദേവലശാപേന, ദേവലൻ എന്നുള്ളൊരു മഹർഷിയുടെ ശാപം കൊണ്ട് ഈ അവസ്ഥ പ്രാപിച്ചതായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് ശാപാത് മുക്ത എന്നുള്ള അർത്ഥത്തിൽ ശാപേന മുക്ത, ആ ശാപത്തിൽ നിന്ന് ഇപ്പൊ മുക്തനായി തീർന്നു, മോചിപ്പിക്കപ്പെട്ടവനായി തീർന്നു. അപ്പൊ ദേവലൻ എന്നുള്ള മഹാത്മാവിന്റെ ശാപം കൊണ്ടാണ് ഹൂഹു എന്ന ഗന്ധർവൻ ഈ അവസ്ഥയെ പ്രാപിച്ചത്. അത് മറ്റു പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. ദേവലൻ എന്നുള്ള മഹാത്മാവ് ഗംഗയില് സ്നാനം ചെയ്യുമ്പോൾ ഈ ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവനും അവിടെ സ്നാനം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളത്തിൽ ഊളിയിട്ട് ചെന്ന് ഈ ദേവലന്റെ കാലുകളെ പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തി, ഒരു എന്താ പറയുക, കളിയാക്കി പരിഹസിച്ചുകൊണ്ട്. അപ്പോൾ ഒരു മഹാത്മാവിനെ, ഒരു ഋഷിതുല്യനായിരിക്കുന്ന ദേവലനെ, ദേവലൻ മഹർഷി തന്നെയാണ്, അപ്പോൾ നല്ലൊരു ശിവഭക്തനായിട്ടുള്ള മഹാത്മാവാണ്. അപ്പൊ ആ ദേവലനെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കാലിൽ വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചു. അപ്പൊ ഇവന്റെ സ്വഭാവം എന്തിന്റെ സ്വഭാവമാണ്? ഇവൻ നല്ലൊരു ഗന്ധർവ ശരീരം കിട്ടിയിട്ടും മഹാത്മാക്കളെ ബഹുമാനിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്ന, നിന്ദിക്കുന്ന പ്രവൃത്തി ചെയ്തു. മുതലയുടെ സ്വഭാവം കാണിച്ചു. മുതലയാണല്ലോ വെള്ളത്തിന്റെ അടിയിൽ ആര് വന്നാലും കാലിൽ പിടിച്ചു വലിക്കുക. ഗ്രഹിക്കുന്ന സ്വഭാവം ഗ്രാഹത്തിനാണുള്ളത്.
അപ്പൊ ഇവന്റെ സ്വഭാവം കൊണ്ട് ഇവന്റെ വാസന, ആ ഗ്രാഹത്തിന്റെ വാസന പോയിട്ടില്ല. പൂർവ്വജന്മത്തിൽ ചിലപ്പോൾ മുതലേ ആയിരുന്നിരിക്കും. ഇനിയും കുറച്ചുകൂടി അവന്റെ വാസന പോകാനുണ്ട്. അപ്പൊ എന്തായാലും ആ ദേവല മഹർഷി ഇവനെ ശപിച്ചു, നിന്റെ സ്വഭാവം കൊണ്ട് നീ മുതലയായി പോന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിലുള്ള കയ്യിലിരിപ്പിനെ ശുദ്ധീകരിക്കാനാണ് നോക്കേണ്ടത്. നമ്മുടെ കയ്യിൽ എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവം ഉണ്ട്. പക്ഷെ നമ്മളത് പ്രകടിപ്പിച്ച് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ യോനിയിൽ തന്നെ പോയി ജനിക്കേണ്ടി വരും. ഇപ്പൊ അതുപോലൊരു അവസ്ഥയാണ് ഈ ഈ ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവന് ദേവല ശാപത്താൽ ഉണ്ടായിത്തീർന്ന്. പിന്നെ ആ ദേവലൻ തന്നെ ശാപമോക്ഷം കൊടുത്തു, ഭഗവാന്റെ കൈകൊണ്ട് നിനക്ക് മരണം സംഭവിക്കുമെന്ന്. അപ്പൊ നിനക്ക് മോചനം കിട്ടും. അപ്പൊ ഭഗവാന്റെ ഭക്തനായ ഒരു ഗജേന്ദ്രന്റെ പാദം പിടിച്ചപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് ഗജേന്ദ്രനേക്കാൾ മുമ്പേ എന്ന് പറഞ്ഞതുപോലെ മുക്തി കിട്ടി, ആ ശാപമോചനം കിട്ടി. അങ്ങനെ ഗന്ധർവനായി തീർന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പൂർവ്വരൂപം ധരിച്ചു എന്നർത്ഥം. ശാപമുക്തനായിട്ട് ആ പരമാശ്ചര്യ രൂപദൃക്ക്, ആ പരമായിട്ടുള്ള ആശ്ചര്യ രൂപത്തെ ധരിച്ചു. തുടർന്ന് ആ ദേവലൻ ഹൂഹു എന്ന ഗന്ധർവൻ ഭഗവാനെ നമസ്കരിച്ച് യാത്ര ആവുകയാണ് തന്റെ ആകാശത്തേക്ക്, തന്റെ ഗന്ധർവ ലോകത്തേക്ക്. പ്രണമ്യ ശിരസാദീശം ഉത്തമ ശ്ലോകമവ്യയം അഗായത യശോധാമ കീർത്തന്യ ഗുണസത്കദം സോനുകമ്പിത ഈശേന പരിക്രമ്യ പ്രണമ്യതം ലോകസ്യ പശ്യതോ ലോകം സ്വം അഗാത് മുക്തകിൽബിഷഃ. പ്രണമ്യ ശിരസാദീശം ഉത്തമ ശ്ലോകമവ്യയം അഗായത യശോധാമ കീർത്തന്യ ഗുണസത്കദം. അപ്പോ അവൻ എന്ത് ചെയ്തു? തന്റെ ഗന്ധർവ ശരീരം കിട്ടിയപ്പോൾ പ്രണമ്യ ശിരസാ അധീശം, അധീശനായ എല്ലാറ്റിനും ഈശനായ ഭഗവാനെ ശിരസാ പ്രണമ്യ, ശിരസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട്. ഭഗവാൻ ആരാണ്? ഉത്തമ ശ്ലോകനാണ്, കീർത്തിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളവനാണ്, അവ്യയനാണ്, നാശരഹിതനായിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ആരാ? യശോധാമ, യശസ്സിന്റെ ധാമവുമാണ്, എല്ലാ കീർത്തിയുടെയും ആശ്രയസ്ഥാനമാണ്, എല്ലാ മഹത്വത്തിന്റെയും കേന്ദ്രമാണ്, സമസ്ത കല്യാണ ഗുണങ്ങളുടെയും ഉടമസ്ഥനാണ് ഭഗവാൻ. അതാണ് യശോധാമ. അങ്ങനെയുള്ള അദ്ദേഹത്തെ, അധീശനായ ഭഗവാനെ, അതുപോലെ കീർത്തന്യ ഗുണസത്കഥം, കീർത്തിക്കാൻ യോഗ്യങ്ങളായിരിക്കുന്ന ഗുണങ്ങളും സത്കഥകളോടും കൂടിയവൻ, ശ്രേഷ്ഠങ്ങളായ ചരിതത്തോടും നല്ല ഗുണങ്ങളോടും കൂടിയവനായിരിക്കുന്നവൻ, കീർത്തിക്കപ്പെടേണ്ടവൻ. അപ്പോൾ ആരുടെ ഗുണങ്ങളാണോ, ആരുടെ സൽകഥകളാണോ കീർത്തിക്കാൻ ഏറ്റവും യോഗ്യമായത്, ആരുടെ സൽകഥകളെ കീർത്തിച്ചാൽ നമുക്ക് അനുഗ്രഹമുണ്ടാകുമോ, നമ്മുടെ പാപങ്ങളെല്ലാം നശിച്ചു പോകുമോ, അങ്ങനെയുള്ള കീർത്തന്യ ഗുണസത്കഥനായ ഭഗവാനെ, അധീശനെ ശിരസാ പ്രണമ്യ അഗായത ഗാനം ചെയ്തു. ഗന്ധർവന്റെ പണി ഗാനം ചെയ്യലാണ്. അപ്പൊ ഗന്ധർവൻ തന്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഗാനം ചെയ്തു. സോനുകമ്പിത ഈശേന പരിക്രമ്യ പ്രണമ്യതം ലോകസ്യ പശ്യതോ ലോകം സ്വം അഗാത് മുക്തകിൽബിഷഃ. സഹ അനുകമ്പിതഃ ഈശേന, സഹ ഈശേന അനുകമ്പിതഃ. ഈശൻ ഭഗവാനാൽ അനുകമ്പിതനായ അവൻ. അനുകമ്പിതൻ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യപ്പെട്ടവൻ. ഭഗവാൻ അനുകമ്പ തോന്നി അവന്റെ നേരെ. അവന്റെ കഥയൊക്കെ ഭഗവാന് അറിയാം, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സർവജ്ഞനായിട്ടുള്ള ഭഗവാന് ഈ ഗന്ധർവന്റെ നേരെ അനുകമ്പ തോന്നി. അങ്ങനെ അനുകമ്പിത സഹ തം പരിക്രമ്യ പ്രണമ്യ, തം ആ ഭഗവാനെ, ഹരിയെ പരിക്രമണം ചെയ്ത്, പ്രദക്ഷിണം ചെയ്ത്, അതുപോലെ തന്നെ പ്രണമ്യ നമസ്കാരം ചെയ്ത്. അപ്പൊ പ്രദക്ഷിണ നമസ്കാരങ്ങളെ ചെയ്ത് മുക്ത കിൽബിഷഃ, തന്റെ പാപങ്ങളിൽ നിന്ന്, വാസനകളിൽ നിന്നെല്ലാം മുക്തനായിട്ട് ഇനി ഒരിക്കലും അയാൾ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യില്ല. ഇപ്പൊ പാപത്തിൽ നിന്ന് മുക്തനായി ലോകസ്യ പശ്യതഃ, എല്ലാ ലോകത്തിലുള്ള ആളുകളും നോക്കി നിൽക്കേ. എന്നുവെച്ചാൽ ദേവന്മാര്, ഋഷിമാര്,
മറ്റുള്ളവരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കേ സ്വം ലോകം അഗാത്, സ്വകീയമായ ലോകത്തേക്ക് അദ്ദേഹം ഗമിച്ചു. തന്റെ ഗന്ധർവ ലോകത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി. എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷം ശാപമോക്ഷം കിട്ടി ഗന്ധർവന്മാരുടെ അടുത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി. സ്വം ലോകം അഗാത്. അങ്ങനെ ആ ഗന്ധർവന് അല്ലെങ്കിൽ മുതലയ്ക്ക് മോചനം കിട്ടിയ കഥ പറഞ്ഞു. ഇനി ഗജേന്ദ്രനിലേക്ക് വരുന്നു. ഗജേന്ദ്രോ ഭഗവൽ സ്പർശാത് വിമുക്തോ അജ്ഞാനബന്ധനാത് പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാ ചതുർഭുജഃ. ഗജേന്ദ്രോ ഭഗവത് സ്പർശാത് വിമുക്തോ അജ്ഞാനബന്ധനാത് പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജഃ. ആ ഗജേന്ദ്രൻ എന്തുപറ്റി അദ്ദേഹത്തിന്? ഭഗവത് സ്പർശാത് അജ്ഞാനബന്ധനാത് വിമുക്ത. ഭഗവാൻ ആ കൈപിടിച്ച് ഉയർത്തിയില്ലേ, തുമ്പിക്കൈ പിടിച്ച് ഉയർത്തിയില്ലേ? അപ്പൊ ഭഗവാന്റെ സ്പർശം കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ അജ്ഞാനവും ബന്ധനങ്ങളും നശിച്ചു. അജ്ഞാന ബന്ധനങ്ങളൊക്കെ നശിച്ചു, ദേഹാഭിമാനം നശിച്ചു. അങ്ങനെ തമോ ഗുണത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി, അങ്ങനെ വിമുക്തനായി ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ തന്റെ ശാപത്തിൽ നിന്നും മുക്തനായി. പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജഃ. അവനും ഭഗവതഃ രൂപം പ്രാപ്തഃ, ഭഗവാന്റെ തന്നെ രൂപത്തെ പ്രാപിച്ചു. ഭഗവാന്റെ സാരൂപ്യം എന്നുള്ള ഭഗവാനുമായിട്ട് അതേ രൂപം, സ്വരൂപത, സെയിം രൂപം, അതെല്ലാം അതേപോലെ പ്രാപിച്ചു. ഭഗവതോ രൂപം പ്രാപ്തഃ പീതവാസ ചതുർഭുജഃ. മഞ്ഞപ്പട്ടുടുത്തവനും 4 കൈകളോടും കൂടിയവനായിട്ടുള്ള ആ വിഷ്ണു രൂപത്തെ ധരിച്ചു. വിഷ്ണു പാർഷദന്മാരിൽ ഒരാളായി അദ്ദേഹം വൈകുണ്ഠ ലോകത്തേക്ക് പോകാൻ ആ ഭഗവാന്റെ സാരൂപ്യം എന്നുള്ളതായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു. ഭഗവാനെയും ഇങ്ങനെയുള്ള ഭഗവാന്റെ പാർഷദന്മാരെ സാരൂപ്യമുക്തി കിട്ടി ആ ലോകത്ത്, വൈകുണ്ഠ ലോകത്തുള്ള ആളുകളെയും തമ്മിൽ തിരിച്ചറിയാൻ എന്താ അടയാളം? അതിനൊറ്റ അടയാളേ ഉള്ളൂ. ഭഗവാന്റെ കണ്ഠത്തിൽ കൗസ്തുഭവും ശ്രീവത്സം മാറിലും. ഒറിജിനൽ വൈകുണ്ഠമൂർത്തിയെ തിരിച്ചറിയാൻ ശ്രീവത്സം, കൗസ്തുഭം, ഈ 2 അടയാളങ്ങൾ ഈ സാരൂപ്യമുക്തി കിട്ടുന്നവർക്ക് ഉണ്ടാവില്ല. ഒരേ രൂപം കിട്ടി വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്ന, സാലോക്യപ്രാപ്തി നേടുന്ന ആ ഭഗവത് പാർഷദന്മാരായിട്ടുള്ളവർക്ക് ഈ 2 ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഉണ്ടാവില്ല. അത് ഭഗവാന് മാത്രം. ഒറിജിനൽ ബോസ് ഭഗവാന് മാത്രമുള്ളതാണ് കണ്ഠത്തിലെ കൗസ്തുഭരത്നവും മാറിലെ ശ്രീവത്സം എന്ന മറുകും. അപ്പൊ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് എല്ലാവരും പരസ്പരം തിരിച്ചറിയുക, അല്ലേ? അപ്പോ ഭഗവതഃ രൂപം പ്രാപ്തഃ പീതവാസ ചതുർഭുജ. സ വൈ പൂർവമഭൂത് രാജാ പാണ്ഡ്യോ ദ്രവിഡ സത്തമഃ ഇന്ദ്രദ്യുമ്ന ഇതി ഖ്യാതോ വിഷ്ണുവ്രതപരായണഃ. സ വൈ പൂർവമഭൂത് രാജാ പാണ്ഡ്യോ ദ്രവിഡ സത്തമഃ ഇന്ദ്രദ്യുമ്ന ഇതി ഖ്യാതോ വിഷ്ണുവ്രതപരായണഃ. അപ്പൊ സഹ വൈ പൂർവം അഭൂത് രാജ, അവൻ പണ്ട് രാജനായിരുന്നു, രാജാവായിരുന്നു. ഏത് രാജൻ? പാണ്ഡ്യ ദ്രവിഡസത്തമഃ. ദ്രവിഡദേശത്തിൽ, ദ്രവിഡദേശം സഹ്യപർവ്വതത്തിന് വിന്ധ്യപർവ്വതത്തിന് തെക്ക് ഭാഗത്തുള്ളതായിട്ടുള്ള ദേശങ്ങൾ. ഇവിടെ തമിഴ്നാട് എന്ന് പറയാം. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരളമൊക്കെ ദ്രവിഡദേശമാണ്. അപ്പൊ ദ്രവിഡദേശത്തിന്റെ അധിപനായിരുന്ന പാണ്ഡ്യരാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നഃ ഇതി ഖ്യാതഃ. ഇന്ദ്രദ്യുമ്നൻ എന്ന് ഖ്യാതി, പ്രശസ്തിയോടുകൂടിയവനായിരുന്നു. വിഷ്ണുവ്രതപരായണഃ, വിഷ്ണുവ്രതങ്ങളിൽ താല്പര്യമുള്ളവൻ, ശ്രദ്ധയുള്ളവൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകാദശി, ദ്വാദശി മുതലായിട്ടുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കും.
ഇവിടെ വിഷ്ണു എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മ തത്വമായിട്ടും ചിന്തിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്രതങ്ങളിൽ അദ്ദേഹം തൽപരനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ അദ്ദേഹം എന്തുകൊണ്ട് ആനയായി എന്ന് 3 ശ്ലോകങ്ങളെ കൊണ്ട് അഗസ്ത്യശാപം ആ കഥ പറയണം. സ ഏകദാരാധനകാല ആത്മവാൻ ഗൃഹീതമൗനവ്രത ഈശ്വരം ഹരിം ജഡാധരസ്താപസ ആപ്ലുതോച്യുതം സമർച്ചയാമാസ കുലാജലാശ്രമഃ യദൃച്ഛയാ തത്ര മഹായശാ മുനിഃ സമാഗമത് ശിക്ഷ്യഗണൈഃ പരിശ്രിതഃ തം വീക്ഷ്യ തൂഷ്ണീം അകൃതാർഹണാദികം രഹസ്യുപാസീനം ഋഷിശ്ചുകോപഃ. സ ഏകദാരാധനകാല ആത്മവാൻ ഗൃഹീതമൗനവ്രത ഈശ്വരം ഹരിം ജഡാധരസ്താപസ ആപ്ലുതോച്യുതം സമർച്ചയാമാസ കുലാചലാശ്രമഃ. സഹ ഏകദ അവൻ ഒരിക്കൽ, ആരാ ഇവിടുത്തെ കഥാനായകൻ? പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്നൻ. ഏകദാ ഒരിക്കൽ ആരാധനകാലേ, ഭഗവാനെ ആരാധിക്കുന്ന കാലത്ത്. എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം? ആത്മവാൻ എന്ന് പറഞ്ഞു. ആത്മവാൻ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിനെ അടക്കാൻ, ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കാൻ സാമർഥ്യമുള്ളവൻ, ഒരു എന്താ പറയുക, വ്രതമെല്ലാം അനുഷ്ഠിക്കുന്നവൻ, യോഗി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ചിത്തത്തെ നിയമിച്ചുകൊണ്ട് ആത്മവാനായി ഗൃഹീത മൗനവ്രത, മൗനവ്രതം ഗ്രഹിച്ചുകൊണ്ട്, മൗനവ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വരം ഹരിം ആരാധനകാലേ, ഈശ്വരനായ ഹരിയെ, ഭഗവാനെ, നാരായണനെ അദ്ദേഹം ആരാധിക്കുന്ന കാലത്ത് ജഡാധരഃ, ജഡ ധരിച്ചിട്ടുണ്ട്, താപസഃ, താപസവേഷമാണ്, ആപ്ലുതഃ, മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് കുലാചലാശ്രമഃ, കുലാചല പർവ്വതത്തിൽ, കുലാചലം എന്നുള്ളതായിട്ട് കുലപർവ്വതമായ മലയാചലം, മലയപർവ്വതം, ആ മലയപർവ്വതത്തിൽ, ദക്ഷിണേന്ത്യയിലെ വലിയ പർവ്വതമാണ് മലയപർവ്വതം. അപ്പൊ മലയപർവ്വതത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ സമർച്ചയാമാസ, അച്യുതം സമർച്ചയാമാസ, ഭഗവാനെ ശ്രദ്ധാപൂർവം അർച്ചിച്ചു, ഭഗവാനെ പൂജിക്കുകയായിരുന്നു. അപ്പൊ മൗനവ്രതം സ്വീകരിച്ചുകൊണ്ട് ഭഗവത് ആരാധന ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ യദൃച്ഛയാ തത്ര മഹായശാമുനിഃ സമാഗമ ശിഷ്യഗണൈ പരിശ്രിതഃ തം വീക്ഷ്യ തൂഷ്ണീം അകൃതാർഹണാദികം രഹസ്യുപാസീനം ഋഷിശ്ചുകോപഃ. യദൃച്ഛയാ തത്ര മഹായശാമുനിഃ സമാഗമത് ശിഷ്യഗണൈ പരിശ്രിതഃ തം വീക്ഷ്യ തൂഷ്ണീം അകൃതാർഹണാദികം രഹസ്യുപാസീനം ഋഷിശ്ചുകോപഃ. അങ്ങനെ യദൃച്ഛയാ തത്ര മഹായശാ മുനിഃ സമാഗമത്, യദൃച്ഛയ ഈശ്വരേച്ഛയ, തത്ര അവിടെ മഹായശാഹ മുനിഃ, മഹായശസ്വിയായ കീർത്തിമാനായ മുനി. ഇവിടെ മലയാചലത്തിലുള്ള മുനി എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷി മലയാചലത്തിലാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥാനം. അപ്പൊ അവിടെ തന്നെയാണ് ഇദ്ദേഹവും പോയിട്ട് തപസ്സനുഷ്ഠിക്കുന്നത്. മാത്രമല്ല അഗസ്ത്യ മഹർഷി വിന്ധ്യപർവ്വതത്തിന്റെ തെക്കുള്ള ദ്രവിഡ ദേശങ്ങൾക്ക് മുഴുവൻ ഗുരുവര്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അഗസ്ത്യ മഹർഷി മഹായശാ മുനിഃ യദൃച്ഛയാ തത്ര സമാഗമത്, അവിടെ സമാഗമിച്ചു. എങ്ങനെ? ശിഷ്യഗണൈഃ പരിശ്രിതഃ, ശിഷ്യഗണങ്ങളാൽ സേവിതനായിട്ട്. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യന്മാരും കൂടെയുണ്ട്, അദ്ദേഹം എല്ലാവരും കൂടി വന്നു. തം വീക്ഷ്യ തൂഷ്ണീം അകൃതാർഹണാദികം രഹസി ഉപാസീനം ഋഷിഃ ചുകോപഃ. ഇവിടെ അവിടെ വന്നപ്പോൾ അകൃത അർഹണാദികം തൂഷ്ണീം രഹസി ഉപാസീനം തം വീക്ഷ്യ ഋഷിഃ ചുകോപഃ. അകൃത അർഹണാദികം, അർഹണം എന്ന് പറഞ്ഞാല് സൽക്കാരം, പൂജ, മര്യാദകൾ. അപ്പോൾ ഒരു അതിഥി വരുമ്പോൾ തന്നെ പൂജിക്കേണ്ടതാണ്, ഒരു ബ്രാഹ്മണൻ വന്നാലേ പൂജിക്കേണ്ടതാണ്. ഇത്
ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഗൗരവമേറിയ ഗുരുത്വമേറിയ മഹാത്മാവ്. വസിഷ്ഠനും അഗസ്ത്യനും ഒരുപോലെ മഹത്വമേറിയവരാണ്. രണ്ടുപേരും സഹോദരന്മാരാണ്. മിത്രാവരുണന്മാരെന്ന ദേവന്മാരുടെ സന്തതികളായി വന്നവരാണ്. കുംഭസംഭവന്മാരാണ്. അപ്പോ അങ്ങനെയുള്ള മഹാത്മാവായ അഗസ്ത്യനെ കണ്ടിട്ടും പൂജിക്കാതെ അർഹണാധികം അകൃതം, അകൃതാർഹണാധികം, ചെയ്യാത്ത പൂജാദികളോടുകൂടിയവൻ, മര്യാദകളൊക്കെ മറന്നുകൊണ്ട് എന്തു ചെയ്യുന്നു? തൂഷ്ണീം, മിണ്ടാതിരിക്കുന്നു, സ്തബ്ധനായിരിക്കുന്നു. അഹങ്കാരം, ദേഹാഭിമാനം, താമസഗുണം ഇത് പ്രകടിപ്പിച്ചുകൊണ്ട് രഹസി ഉപാസീനം, ഏകാന്തത്തില് ഇരിക്കുന്നവനായിക്കൊണ്ട് തം വീക്ഷ്യ, അവനെ കണ്ടിട്ട് ഋഷി ചുകോപഹ, ഋഷിക്ക് കോപം ഉണ്ടായിത്രേ. അഗസ്ത്യ ഋഷിക്ക് കോപം വന്നു. കാരണം ദേഹാഭിമാനം കൊണ്ട് തന്റെ മൗനവ്രതത്തെ വലിയ വ്രതമായിട്ട് കരുതി. അതിനേക്കാൾ വലിയ വ്രതമാണ് അതിഥി സൽക്കാരം, അതിനേക്കാൾ വലിയ വ്രതമാണ് ഗുരുപൂജ. അപ്പോ ഏതിനേതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നറിയാതെ ഈശ്വരാനുഗ്രഹം പ്രകടമാകുന്നതാണ് ഗുരുവിന്റെ സാന്നിധ്യം. ഈശ്വരൻ അനുഗ്രഹിച്ചതുകൊണ്ട്, താൻ വ്രതങ്ങളെ കൊണ്ട് ഉപാസിച്ചതിന്റെ ഫലമായി ഈശ്വരൻ അനുഗ്രഹിച്ച്, ഈശ്വരൻ തന്നെ ഗുരുവിന്റെ രൂപത്തിലാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ ആ ഈശ്വരനെ, ഗുരുവിന്റെ രൂപത്തിൽ വരുന്ന ഈശ്വരനെ പൂജിക്കാതെ തന്റെ ആ മൗനവ്രതം എന്നുള്ള തന്റെ ഒരു ഇച്ഛ, തന്റെ ഒരു എന്താ പറയുക അജണ്ട, അത് നടപ്പിലാക്കലാണ് മുഖ്യം. ബാക്കി ആരോ വരട്ടെ, ആരോ പോകട്ടെ, ആര് വന്നാൽ എനിക്കെന്താ, എന്റെ അജണ്ടയാണ് എനിക്ക് മുഖ്യം, എന്റെ വ്രതമാണ് എനിക്ക് മുഖ്യം എന്നുള്ള അഭിമാനത്തോടെ തന്റെ ആ മൗനവ്രതത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് മഹാത്മാവായ ഗുരുവായ അഗസ്ത്യനെ അവഗണിച്ചു, നിന്ദിച്ചു. അനുഗ്രഹിക്കാനായിട്ട് വന്നാൽ ആ അനുഗ്രഹം ഏറ്റുവാങ്ങണം. അതിലും വലിയ അനുഗ്രഹം വേറെ കിട്ടാനില്ല. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. അപ്പൊ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് സ്വീകരിക്കാതെ തന്റെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്രതം, മൗനവ്രതം എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ മൗനവ്രതം എന്നുള്ളത്? അതിന്റെ തത്വം അറിയാതെ മൗനവ്രതം അനുഷ്ഠിക്കുകയാണ്. മൗനം എന്നുള്ളത് മനസ്സിന്റെ ശാന്തി ആണ്, മനസ്സിന്റെ നിശബ്ദതയാണ്. മനസ്സ് അജിറ്റേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ എത്ര മൗനം അവലംബിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് മൗനം അവലംബിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു മഹാത്മാവ്, ഗുരു അഗസ്ത്യനെ പോലൊരു മഹാത്മാവ് തന്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുമോ? മനസ്സവിടെ പലതരത്തിലുള്ള കുറ്റബോധമോ പലതരത്തിലുള്ളതായിട്ടുള്ള വിക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ എന്നാലും തന്റെ ആ മൗനവ്രതമാണ് വലുത് എന്ന് വെച്ച് ബലം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ അജ്ഞാനിയായ, തമോ ഗുണപ്രധാനിയായ, ദേഹാഭിമാനിയായ, ഗുരുനിന്ദ ചെയ്ത ആ ഇന്ദ്രദ്യുമ്നന് ഇയാൾ ഇത്രയൊക്കെ പക്വതയായിട്ടും ഇത്രയൊക്കെ താപസനായിട്ടും ഇനിയും പാകമാവണമെങ്കിൽ കുറച്ച് അയാളുടെ ദോഷങ്ങൾ പോകാനുണ്ട്. കറ മുഴുവൻ പോയാലേ അയാൾ പരിശുദ്ധനാവുള്ളൂ. അതുകൊണ്ട് അയാളെ അനുഗ്രഹിക്കാം എന്ന് കരുതി ഋഷി ചുകോപഹ, ഋഷി കോപിച്ചു. ഗുരുക്കന്മാർ കോപിക്കുന്നത് അനുഗ്രഹമാണ്. നമ്മുടെ ഏതൊക്കെയോ സ്വഭാവ ദൂഷ്യങ്ങളെ, നമ്മുടെ നെഗറ്റിവിറ്റികളെ, പാപവാസനകളെയൊക്കെ കഴുകിക്കളയാൻ, അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാര് കോപിക്കുന്നത്. അങ്ങനെയുള്ളത് അഗസ്ത്യ മഹർഷി കോപിച്ചു. ഹ എന്നുള്ളത് ആശ്ചര്യം സൂചിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ഈശ്വരേച്ഛ എന്ന് സൂചിപ്പിക്കാനാണ്. മഹാത്മാക്കൾ അങ്ങനെ കോപിക്കുന്നവരല്ല. അഗസ്ത്യ മഹർഷി അങ്ങനെ പെട്ടെന്ന് കോപിക്കുന്ന ആളല്ല. എന്നിട്ടും കോപിച്ചുവെങ്കിൽ അത് ഈശ്വരേച്ഛയാണ്, ഇദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി. എന്നിട്ടോ തസ്മായിമം ശാപമദാദ സാധുഃ അയം ദുരാത്മാകൃതബുദ്ധിരദ്യ വിപ്രാവമന്ദാവിശദാം തമോന്ധം യഥാ ഗജസ്തബ്ധമതിസ്സയേവ.
തസ്മായിമം ശാപമദാദ സാധുഃ അയം ദുരാത്മാകൃതബുദ്ധിരദ്യ വിപ്രാവമന്ദാ വിശദാം തമോന്ധം യഥാ ഗജസ്തബ്ധമതിസ്സയേവ. തസ്മാ എന്നുള്ളത് തസ്മൈ, തസ്മൈ പ്ലസ് ഇമം സന്ധി നിയമം കൊണ്ട് ഇകാരം വന്നതുകൊണ്ട് അത് തസ്മാനായി മാറുകയാണ്. തസ്മൈ എന്നുള്ളത് തസ്മാ. അപ്പൊ തസ്മൈ അവനായിക്കൊണ്ട് ഇമം ശാപം അതാത്, ഈ ശാപത്തെ ദാനം ചെയ്തു, ഈ ശാപത്തെ കൊളുത്തു. ആര്? ആ മഹാത്മാവ് അഗസ്ത്യൻ. എന്തായിരുന്നു ശാപം? അസാധുഃ അയം ദുരാത്മാ അകൃതബുദ്ധി അദ്യ വിപ്രാവമന്ദ വിശദാം തമോന്തം യഥാ ഗജസ്തബ്ധമതി സയേവ. അപ്പൊ ആ അസാധു തൊട്ട് അവസാനം വരെയുള്ളത് അഗസ്ത്യവചനമാണ്. തസ്മാ ഇമം ശാപം അതാത് എന്നുള്ളത് സുഖവചനം, അസാധുഹു എന്ന് തുടങ്ങിയുള്ളത് അഗസ്ത്യവചനം. എന്താ അഗസ്ത്യവചനം? അസാധുഹു അയം, ഇവൻ സാധുവല്ലാത്തവനാണ്, സാധുവെന്ന് അഭിനയിക്കുന്നവനാണ്, വലിയ പ്രൈഡ് ഉള്ളവനാണ്, അഭിമാനിയാണ്, ശരിയായ സാധുവല്ല, മഹാത്മാക്കളെ ബഹുമാനിക്കാൻ അറിയുന്നവനല്ല. അസാധുഹു അയം. പിന്നെയോ അകൃതബുദ്ധി ദുരാത്മാ, ദുരാത്മാ ദുഷിച്ച മനസ്സോടുകൂടിയവനാണ്, ചിത്തം വേണ്ടത്ര ശുദ്ധമായിട്ടില്ല. അകൃതബുദ്ധി, വേണ്ടത്ര സംസ്കൃത ബുദ്ധിയല്ല, ബുദ്ധിക്ക് വേണ്ട പാകത വന്നിട്ടില്ല. ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള വിവേകമൊന്നുമില്ല, കാര്യാകാര്യ വിവേകം പോരാ. അപ്പൊ അകൃതബുദ്ധി വിപ്രാവമന്ദ, വിപ്രനെ ബ്രാഹ്മണനെ അവമാനിച്ചവനാകുന്നു. വിപ്രന്മാരെ അഗസ്ത്യൻ മാത്രമല്ല, കൂടെയും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ അവമാനിച്ചു. അങ്ങനെ ബ്രാഹ്മണരെ അവമാനിച്ചവനും. അങ്ങനെയുള്ള അവൻ സ്തബ്ധമതി, ഏതുപോലെ? അദ്യ ഗജഃ യഥാ, ഒരു ആനയെ പോലെ, മതയാനയെ പോലെ സ്തബ്ധമതി എന്ന് പറഞ്ഞാലോ സ്തംഭിച്ച ബുദ്ധി, അഹങ്കാരം കൊണ്ട് സ്തംഭിച്ച ബുദ്ധിയോടുകൂടി ഒരു ആനയെ പോലെയുള്ള ഇവൻ വിശദാം തമോന്തം, അന്തം തമഹ വിശദാം, അന്തം തമസ്സിനെ, അന്ധകാരപൂർണമായ തമസ്സിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ നീച്ച യോനിയെ, തിര്യക് യോനിയെ വിശദാം പ്രാപിക്കട്ടെ, ഗജമായി ഭവിക്കട്ടെ. സയേവ എന്ന് പറയുന്നത്, സയേവ എന്ന് പറയുമ്പോ ഗജഹ ഏവ എന്നർത്ഥം. യഥാ ഗജഹ, ഗജത്തെ പോലെ സ്തബ്ധമതിയല്ലേ ഇവൻ, അവൻ അത് തന്നെ ആയിത്തീരട്ടെ, ആനയെ പോലെ തന്നെ ആവട്ടെ, ആനയായിത്തീരട്ടെ എന്ന് ഇമം ശാപം അതാത്, ഈ ശാപത്തെ നൽകി. ആര്? അഗസ്ത്യ മഹർഷി. അപ്പൊ ഇങ്ങനെ ദേഹാഭിമാനം പോയിട്ടില്ല, തമോ ഗുണം പോയിട്ടില്ല, വേണ്ടത്ര കാര്യാകാര്യ വിവേകമില്ല, വലിയ അഭിമാനിയായിട്ട് ഗുരുക്കന്മാരെ, മഹാത്മാക്കളെ, ബ്രാഹ്മണരെയൊക്കെ നിന്ദിച്ചു, അപമാനിച്ചു. അപ്പൊ ആ ഒരു ദോഷം നീങ്ങിയാലേ ഇങ്ങേർക്ക് ഗതി കിട്ടുള്ളൂ. ഇതൊരു തടസ്സമാണ്. ഞാൻ വലിയ കേമനാണ് എന്നുള്ള അഭിമാനം, വിനയമില്ല. അപ്പോ ആരെ ബഹുമാനിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതായിട്ടുള്ള വ്യാവഹാരിക ബുദ്ധിയൊന്നും വേണ്ടത്ര ഇല്ല. എന്നാ പാരമാർത്ഥിക ബുദ്ധി നല്ലോണം ഉറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേനും. അഹം ബ്രഹ്മാസ്മി എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടായില്ല, ദേഹാഭിമാനം കൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോ പാരമാർത്ഥിക ബുദ്ധി ഉറച്ചിട്ടില്ല, സ്ഥിതപ്രജ്ഞനൊന്നും ആയിട്ടില്ല, വ്യാവഹാരിക തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളും. അപ്പൊ അങ്ങനെ ഇരിക്കെ ഗുരുക്കന്മാർ വരുമ്പോൾ പൂജിക്കേണ്ടവരെ പൂജിക്കണം, ധർമ്മത്തെ പരിപാലിക്കണം. അതാണ് സദ്ധർമ്മ. മന്വന്തരാണി സദ്ധർമ്മ. ഇവിടെ മന്വന്തര കഥകളാണ്, സദ്ധർമ്മ കഥകളാണ്. അപ്പോൾ ഇവിടെ അഗസ്ത്യൻ എന്ന് പറയുമ്പോൾ അവിടെ സപ്തർഷി സ്ഥാനീയനാണ്, ഋഷിസ്ഥാനീയനായിട്ടുള്ള ആ അഗസ്ത്യ മഹർഷി ഈ ഇദ്ദേഹത്തിന്റെ ധർമ്മ ലംഘനത്തെ, സദാചാര ലംഘനത്തെ, സനാതനധർമ്മ ലംഘനത്തെ
ഇങ്ങനെ ശപിച്ചു. ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും സഹിക്കില്ല. പാവം ആ ഇന്ദ്രദ്യുമ്നൻ, ഇത്രയും നല്ലൊരു വിഷ്ണു ഭക്തനും അല്ലെങ്കിൽ ഉപനിഷത്ത് ജ്ഞാനമൊക്കെ ഉള്ളവനും രാജാവും എല്ലാമായിരുന്ന, ഒരു ദോഷവും ചെയ്യാത്ത നിരപരാധിയായി വെറുതെ ഇരുന്ന അയാളെ വിളിച്ച് ശപിച്ചു. ഈ താടിക്കാരൊക്കെ മോശക്കാരാണ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ആൾക്കാരൊക്കെ പറയും. കാരണം ഇന്നത്തെ ആൾക്കാർ അവരുടെ തലത്തിലാണ് എല്ലാം വിലയിരുത്തുന്നത്. അവർക്ക് എന്ത് ധർമാധർമ്മ ചിന്ത, അവർക്കെന്ത് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചിട്ടുള്ള ചിന്ത, ആരെ ബഹുമാനിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്നറിയാത്ത ഇന്നത്തെ തലമുറകൾക്ക് അഗസ്ത്യ മഹർഷി ചെയ്തത് ഒരു വലിയ തെറ്റായിട്ട് തോന്നും. ഇന്ദ്രദ്യുമ്നൻ നിരപരാധിയായിട്ട് തോന്നും. വേണമെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച വെച്ചാൽ ഭൂരിപക്ഷം ആളുകളും ഇന്ദ്രദ്യുമ്ന പക്ഷത്തായിരിക്കും. അഗസ്ത്യനെ എന്താ പറയുക, വിമർശിക്കാൻ, കുരിശിലേറ്റാൻ ധാരാളം ആളുകൾ ഉണ്ടാവും. അത് ഈ കാലത്തിന്റെ വ്യത്യാസമാണ്. ഈ കാലത്തിരുന്നു കൊണ്ട് ആ കാലത്തിലെ ധർമ്മത്തെ നമുക്ക് തൂക്കി നോക്കാൻ പറ്റില്ല. നമ്മൾ അവിടേക്ക് പോകണം, ആ ഒരു അവസ്ഥയിലേക്ക് പോകണം. ഇപ്പൊ പലരും ചോദിക്കാം, എന്തിനാ പാവത്തിനെ മൗനവ്രതത്തിലിരുന്ന് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്ന ആ ഇന്ദ്രദ്യുമ്നനെ വെറുതെ ഇരുന്ന ആളെ അഗസ്ത്യൻ എന്തിനു ശപിച്ചു എന്നൊക്കെ ചോദിക്കാം. അത് അദ്ദേഹത്തിന്റെ അഭിമാനം പോയി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിലുള്ള തമോ ഗുണം, ദേഹാഭിമാനം, ഇത് പോയാലേ അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അതുവരെ അദ്ദേഹത്തിന് ഇത് അഭിമാനം തടസ്സമാണ്. ആ അഭിമാനം പോകണമെങ്കിൽ വിനയം വരണം. ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഗുരുക്കന്മാരെ എങ്ങനെ പൂജിക്കണമെന്ന് പഠിച്ച് വിനയം വന്നാൽ മാത്രമേ പൂർണ്ണമായി അഭിമാനം പോവുള്ളൂ. അഭിമാനം പോയാലേ ഈശ്വര തത്വം അറിയാൻ കഴിയുകയുള്ളൂ, ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹരാവുള്ളൂ. അപ്പൊ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ശാപം, അല്ലാതെ ശപിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോ ശാപമോക്ഷവും അഗസ്ത്യ മഹർഷി തന്നെ കൊടുത്തിട്ടുണ്ടാവും. നിനക്ക് ഭഗവാന്റെ കൈകൊണ്ട് അനുഗ്രഹം, സ്പർശം ലഭിക്കുമ്പോൾ നീ മുക്തനാവും എന്ന്. തുടരുന്നു. ശ്രീശുക ഉവാച ഏവം ശപ്ത്വാഗതോഗസ്ത്യോ ഭഗവാൻ നൃപസാനുഗഃ ഇന്ദ്രദ്യുമ്നോ വിരാജർഷിഃ ദിഷ്ടം തദുപധാരയൻ ആപന്നകൗഞ്ചരീം യോനിം ആത്മസ്മൃതി വിനാശിനീം ഹര്യർച്ചനാനുഭാവേന യദ്ഗജത്വേപ്യനുസ്മൃതിഃ. ശ്രീശുക ഉവാച ഏവം ശപ്ത്വാ ഗതോഗസ്ത്യോ ഭഗവാൻ നൃപസാനുഗഃ ഇന്ദ്രദ്യുമ്നോ വിരാജർഷിഃ ദിഷ്ടം തദുപധാരയൻ ആപന്നകൗഞ്ചരീം യോനിം ആത്മസ്മൃതി വിനാശിനീം ഹര്യർച്ചനാനുഭാവേന യദ്ഗജത്വേപി അനുസ്മൃതിഃ. ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു. ഏവം ശപ്ത്വാ ഗതോ അഗസ്ത്യോ ഭഗവാൻ നൃപ സാനുഗഃ. ഹേ നൃപ, അല്ലയോ പരീക്ഷത്ത് രാജാവേ, അങ്ങും ഇതുപോലൊരു അബദ്ധം ചെയ്തിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇല്ലേ? ഒരു മഹാത്മാവിന്റെ കഴുത്തില് ചത്ത പാമ്പിനെ എടുത്തിട്ട് നിന്ദിച്ചു. രജോ ഗുണം, നൃപന്റെ സ്വഭാവം രജോ ഗുണം. അപ്പൊ അങ്ങേക്ക് രജോ ഗുണം കൊണ്ട് ഇങ്ങനൊരു അബദ്ധം പറ്റി. അവിടെ തമോ ഗുണം കൊണ്ട് അല്ലെങ്കിൽ അഭിമാനം കൊണ്ട് ഗജേന്ദ്രന് അങ്ങനൊരു അവസ്ഥ വന്നു. അപ്പൊ ഹേ നൃപ, ഏവം ശപ്ത്വ, ഇങ്ങനെ ശപിച്ചിട്ട് ഗതഃ അഗസ്ത്യഃ ഭഗവാൻ, ഭഗവാൻ അഗസ്ത്യഃ ഗതഃ. ഭഗവാൻ എന്നാൽ സർവജ്ഞൻ, എല്ലാം അറിയുന്നവൻ, ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അറിയുന്നവൻ, ത്രികാലജ്ഞാനിയായ ആ ഭഗവാൻ അഗസ്ത്യഃ ഗതഃ. അഗസ്ത്യ പർവ്വതങ്ങളെപ്പോലും സ്തംഭിപ്പിക്കുന്നവനാണ് അഗസ്ത്യഃ ശബ്ദം കൊണ്ട് അർത്ഥം. അകത്തെ സ്തംഭയതി, അകം പർവ്വതം, പർവ്വതത്തെ സ്ത്യതി അല്ലെങ്കിൽ സ്തംഭയതി, അകം സ്ത്യതി ഇതി അഗസ്ത്യഃ.
വിന്ധ്യപർവ്വതം പണ്ട് വളരുമായിരുന്നു. വിന്ധ്യപർവ്വതം ഹിമവാനോട് മത്സരിച്ച് ഇങ്ങനെ സ്വയം വളർന്ന് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോയി സൂര്യന്റെ ഗതിയെ പോലും തടയാനായി. അല്ലെ, സൂര്യചന്ദ്രന്മാര് സഞ്ചരിക്കുന്ന മാർഗത്തില് ഒരു ബ്ലോക്കായിട്ട്, തടസ്സമായിട്ട് വിന്ധ്യപർവ്വതം ഉയർന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ആ വിന്ധ്യന്റെ ഗർവം ശമിപ്പിക്കാനായിട്ട് മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യ മഹർഷി വിന്ധ്യനിൽ വന്ന് ചവിട്ടി തപസ് ആരംഭിച്ചത്. അതോടുകൂടി അഗസ്ത്യ മഹർഷിയുടെ ഭാരം കൊണ്ട് വിന്ധ്യൻ താണു എന്ന് ഒരു കഥ. മറ്റൊരു കഥയിൽ ഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹ സമയത്ത് എല്ലാ ദേവന്മാരും ഋഷിമാരും സകല സജ്ജനങ്ങളും കൈലാസത്തിൽ ചെന്ന് നിറഞ്ഞപ്പോ കൈലാസത്തിൽ ഇവരുടെയൊക്കെ ഭാരം കൊണ്ട് വടക്കേ ഭാരതം താഴാൻ തുടങ്ങി, കൈലാസഭാഗം താഴാൻ തുടങ്ങി, തെക്കേ ഭാരതം പൊങ്ങാൻ തുടങ്ങി. അപ്പൊ തെക്ക് ഭാഗത്താണ് വിന്ധ്യപർവ്വതം ഉള്ളത്. ആ വിന്ധ്യപർവ്വതത്തോടു കൂടിയതായിട്ടുള്ള ദക്ഷിണേന്ത്യ പൊങ്ങാൻ തുടങ്ങി. അപ്പോഴും മഹാദേവൻ അഗസ്ത്യനോട് പറഞ്ഞു, അങ്ങ് ചെന്ന് വിന്ധ്യനിൽ ചെന്ന് തപസ്സനുഷ്ഠിക്കൂ, അങ്ങേക്ക് വേണ്ടി ഞാൻ അവിടെ വന്ന് എന്റെ വിവാഹ ആഘോഷം ദർശനം തരാം എന്ന് പറഞ്ഞ് അഗസ്ത്യനെ അയച്ചു. അപ്പോൾ ആകെ കൂടി ഉയരം കുറഞ്ഞൊരു കുടത്തിലുണ്ടായ ഉരുണ്ട സാധനമാണ് അഗസ്ത്യൻ. അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് ആ അകത്തില്, അകം എന്ന് പറഞ്ഞ പർവ്വതം, ആ വിന്ധ്യപർവ്വതത്തിൽ വന്ന് കാലുവെച്ചതോടുകൂടി ബാലൻസായി. ഉത്തരേന്ത്യ പൊങ്ങി, ഹിമാലയം പൊങ്ങി, ദക്ഷിണ ഭാരതം താഴ്ന്നു. ഇങ്ങനെയും കഥയുണ്ട്. അപ്പൊ ഇങ്ങനെ 2 പ്രാവശ്യം 2 കഥയിലൂടെയും ആ അഗസ്ത്യനാണ് വിന്ധ്യന്റെ ഗർവത്തെ ശമിപ്പിച്ചത്, വിന്ധ്യനെ താഴ്ത്തിയത് എന്നൊക്കെ അർത്ഥത്തിൽ. അകത്തെ സ്ഥ്യതി എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്നു, സ്ഥിതി ചെയ്യിക്കുന്നു, അടക്കുന്നു എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെ പർവ്വതത്തെ അടക്കിയവൻ അഗസ്ത്യൻ. അപ്പോ അഗസ്ത്യന്റെ മുമ്പില് ഈ ലോകത്തില് ആരും ഒന്നുമല്ല, അത്രയും ഗൗരവമേറിയ മഹാത്മാവാണ്. അങ്ങനെയുള്ള ആ അദ്ദേഹം അനുഗ്രഹിച്ചു. ഏവം സപ്ത്വാ ഗതോ അഗസ്ത്യോ ഭഗവാൻ നൃപ സാനുഗഹ. അനുഗന്മാരോടുകൂടെ, തന്റെ അനുയായികളായ ശിഷ്യന്മാരോടുകൂടെ അഗസ്ത്യൻ പോയി. ഇന്ദ്രദ്യുമ്നോബി രാജർഷി, ആ രാജർഷിയായ പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്നൻ ദിഷ്ടം തത് ഉപധാരയൻ, തത് ദിഷ്ടം വിധി ഉപധാരയൻ, ഇതാണ് തന്റെ വിധി. ദിഷ്ടം എന്നാൽ ഈശ്വരേച്ഛ, തിട്ടം. ആരുടെ തിട്ടം? ഈശ്വരന്റെ തിട്ടം. അദൃഷ്ടം എന്നൊക്കെ അർത്ഥം. ഇത് ഈശ്വരേച്ഛയാണ് എന്ന് ഉപധാരയൻ സ്വീകരിച്ചു, വിചാരിച്ചു. എന്നിട്ടോ ആപന്ന കൗഞ്ചരീം യോനിം, കൗഞ്ചരീ യോനി, കൗഞ്ചരി കുഞ്ചരത്തെ സംബന്ധിച്ചത്, കുഞ്ചരം ആന. അപ്പൊ കൗഞ്ചരീം യോനിം ആപന്ന, ആനയുടെ യോനിയെ പ്രാപിച്ചു. ആത്മസ്മൃതി വിനാശിനി, അതെങ്ങനെയുള്ളതാണ്? തമോ ഗുണപ്രധാനമായതാണ്. അപ്പൊ താൻ ആരാണെന്നുള്ള സ്മൃതിയെല്ലാം മറന്നുപോകും. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ലല്ലോ, ആനയുടെ ശക്തി എത്രയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെയുള്ള സ്മൃതി വിനാശിനി, അവനവന്റെ ആ സ്വരൂപം വിസ്മരിക്കുന്നതും എല്ലാ അറിവും ഇല്ലാതെയാക്കുന്നതുമായിട്ടുള്ള തമോ ഗുണയോനിയിലേക്ക് പ്രവേശിച്ചു. എന്നാലും ഹരി അർച്ചന അനുഭാവേന, ആ ഭഗവാനെ അർച്ചിച്ചതിന്റെ ഫലമായിട്ട്, ഹരിപൂജയുടെ അനുഗ്രഹം കൊണ്ട്, മാഹാത്മ്യം കൊണ്ട്, യത് ഗജത്വേ അപി അനുസ്മൃതി, ഗജത്വം പ്രാപിച്ചപ്പോഴും ആനയായപ്പോഴും ചെറിയൊരു അനുസ്മരണമുണ്ടായി. എന്നുവെച്ചാൽ ആപത്ത് വന്നപ്പോൾ ഭഗവാന്റെ സ്തുതി ചെയ്യാൻ പറ്റിയില്ലോ. അപ്പൊ ആ സ്തുതിയുടെ സ്മരണയുണ്ടായത് മുമ്പ് ചെയ്ത പൂജകളുടെ സൽക്കർമ്മങ്ങളുടെയൊക്കെ ഫലമായിട്ട്. അതാണ് ഹരിയർച്ചന അനുഭാവേന യത് അനുസ്മൃതി, അനുസ്മൃതി ഉണ്ടായി. അങ്ങനെയാണ് ശാപഗ്രസ്തനായ ഗജേന്ദ്രൻ, ഇന്ദ്രദ്യുമ്നൻ ഗജേന്ദ്രനായി തീർന്നത് എന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ ഗജേന്ദ്രനെ അനുഗ്രഹിച്ച്
കൂടെ കൂട്ടിയിട്ട് പോകുന്നു. ആ ഗജേന്ദ്രമോക്ഷം കഥയുടെ ഫലശ്രുതി ശുഖബ്രഹ്മർഷി ആദ്യം പറയുന്നു. ഏവം വിമോക്ഷ്യ ഗജയൂതപം അബ്ജനാഭഃ തേനാപി പാർശ്വദഗതിം ഗമിതേന യുക്തഃ ഗന്ധർവസിദ്ധവിബുധൈർ ഉപഗീയമാനകർമാദ്ഭുതം സ്വഭവനം ഗരുഡാസനോഗാദ്. ഏവം വിമോക്ഷ്യ ഗജയൂതപമബ്ജനാഭഃ തേനാപി പാർശ്വദഗതിം ഗമിതേന യുക്തഃ ഗന്ധർവസിദ്ധവിബുധൈരുപഗീയമാനകർമാദ്ഭുതം സ്വഭവനം ഗരുഡാസനോഗാദ്. ഏവം ഇപ്രകാരം വിമോക്ഷ്യ ഗജയൂതപം അബ്ജനാഭഃ അബ്ജനാഭഃ പത്മനാഭഃ അബ്ജനാഭൻ തന്നെ പത്മനാഭൻ. അബ്ജം താമര, പത്മം താമര. നാഭിയിൽ ആരുടെ നാഭിയിലാണോ അബ്ജമുള്ളത് അവൻ അബ്ജനാഭഃ. അപ്പോ പത്മനാഭനായ ഭഗവാൻ ഏവം ഇപ്രകാരം ഗജയൂതപം വിമോക്ഷ്യ ഗജങ്ങളുടെ യൂതത്തിന്റെ പതിയെ ഗജേന്ദ്രനെ ഇപ്രകാരം ശാപമോക്ഷം ചെയ്ത് മുതലയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് തേനാഭി പാർശ്വതഗതിം ഗമിതേന യുക്തഃ തേനയുക്തഃ തേനയുക്തഃ എന്ന് അവനോടുകൂടെ എങ്ങനെയുള്ളവനെ പാർശ്വതഗതിം ഗമിതേന ഭഗവാന്റെ പാർശ്വതഗതിയെ പ്രാപിച്ചവൻ, വിഷ്ണു പാർഷദനായി വിഷ്ണുവിന്റെ രൂപം തന്നെ ലഭിച്ചവൻ, വിഷ്ണുവിന്റെ സാരൂപ്യം കിട്ടിയവനായിട്ടുള്ള ആ ഗജേന്ദ്രനോടുകൂടെ തേനാഭി പാർശ്വതഗതിം ഗമിതേന യുക്തഃ ഗന്ധർവസിദ്ധ വിബുധൈരുപഗീയമാന കർമ്മ. ഗന്ധർവ സിദ്ധ വിബുധൈഹി ഉപഗീയമാന കർമ്മ. അത് ഉപഗീയമാന കർമ്മ എന്നുള്ളതാണ് ഭഗവാനെ വിശേഷിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് അത്ഭുതം സ്വഭവനം ഗരുഡാസനോബു അഗാദ് എന്നുള്ളത് കർമ്മ കഴിഞ്ഞ് അത്ഭുതം വേറെയാണ്. അപ്പോ ഗന്ധർവസിദ്ധ ഉപഗീയമാന കർമ്മ. ഗന്ധർവന്മാരാലും സിദ്ധന്മാരാലും വിഭുതന്മാരെന്നാൽ ദേവന്മാര്, അപ്പൊ ദേവന്മാരാലുമെല്ലാം ഉപഗീയമാന കർമ്മ. ഉപഗീയമാന കർമ്മ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഭഗവാന്റെ അടുത്തുകൂടി അവരൊക്കെ സ്തുതിച്ചു, പുകഴ്ത്തി, ഭഗവാനെ പ്രശംസിച്ചു. ഭഗവാൻ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചൊന്നുമില്ല. ഇങ്ങനെയുള്ള പ്രശംസയൊന്നും വേണ്ട, അടുത്ത പരിപാടി നോക്കൂ എന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അവരുടെ സന്തോഷം. തനിക്ക് അവരിപ്പോ സ്തുതിച്ചാലും ഇല്ലെങ്കിലും താൻ ചെറുതാവാനോ വലുതാവാനോ പോകുന്നില്ല, അത് ഭഗവാൻ അറിയാം. എങ്കിലും അവർ സ്തുതിക്കുന്നത് എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി. അവർ ഭഗവാനെ സ്തുതിക്കുമ്പോൾ അവർക്കാണ് അതിന്റെ ഗുണം. അവർ സ്വയം വലുതാവുന്നു, അതൊരു മര്യാദയാണ്. നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ, മറ്റുള്ളവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ വളരുകയാണ്, നമ്മൾ വലുതാവുകയാണ്. ഇതറിയാത്ത മൂഢന്മാരാണ് ആരെയും പുകഴ്ത്താതിരിക്കുന്നത്. മറ്റുള്ളവരുടെ ഉത്കർഷയില് അസൂയ, അല്ലേ, അസഹിഷ്ണുത, അത് മൂഢന്മാരുടെ സ്വഭാവമാണ്. അവർ സങ്കുചിത മനോഭാവമാണ്. അവർ ചെറുതായി ചെറുതായി പോവും, അവർക്ക് ദുഃഖം കൂടിക്കൂടി വരും. സ്വയം ചെറുതാവും തോറും ദുഃഖം കൂടും. ചെറുതാവലാണ് ദുഃഖം, സങ്കുചിത ഭാവമാണ് ദുഃഖം. അപ്പൊ നമുക്ക് ദുഃഖമില്ലാതിരിക്കാൻ നമ്മൾ വികസിക്കണം, എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരുടെയും നന്മകളെ നമ്മൾ കാണണം, എന്നിട്ട് അതിനെ പുകഴ്ത്തണം. അങ്ങനെ പുകഴ്ത്തുമ്പോൾ നമ്മളാണ് വലുതാവുന്നത്. അപ്പൊ അതിനുള്ള അവസരം നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കാം. നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ പ്രശംസിച്ചോട്ടെ, പാവങ്ങൾ, അവർക്കാണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് കരുതാം. അപ്പൊ ഭഗവാൻ അങ്ങനെ കരുതി, അവരെ ചീത്തയൊന്നും പറഞ്ഞില്ല, അല്ലേ? സംഭവം മനസ്സിലായിണ്ടാവുന്നു. ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു എന്താ പറയുക സ്റ്റേജിൽ പ്രസംഗിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് തന്റെ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ കോമ്പിയർ ചെയ്യുന്ന ഒരു സ്ത്രീ എന്തോ പറഞ്ഞു, താങ്ക് യു ഫോർ യുവർ എന്താ പറയുക ആ ഗുഡ് വേർഡ്സ്, നല്ല വാക്കുകൾ, നല്ല പ്രസംഗം എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്ന് കണ്ണുരുട്ടി നല്ലൊരു വഴക്ക് പറഞ്ഞു. അവരെ അവമാനിച്ചു.
അവരെ ചെറുതാക്കി കളഞ്ഞു, സങ്കുചിതമാക്കി കളഞ്ഞു. കാണേണ്ട കാഴ്ചകളാണ് നോക്കാം. ഇങ്ങനെയുണ്ട് ആൾക്കാർ ലോകത്ത്. നമ്മുടെയൊക്കെ തലയിലെഴുത്ത് അല്ല, എങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ദേശം ഭരിക്കുക, കേരളം ഭരിക്കുക. വേറെ ആരെയും കിട്ടിയില്ല. ഉള്ളതിലേക്ക് ബെസ്റ്റ് ആളെയാണ് കിട്ടിയത്. കേരളത്തിലേക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ്. ഇനി ഇതിലും കൂടുതലായിട്ട് ഒന്നും കിട്ടാനില്ല. എല്ലാം വേണം. ഈ കേരളീയർക്ക് അത് തന്നെ വേണം. അനുഭവിക്കട്ടെ. അപ്പൊ എന്തായാലും ഭഗവാനെ ഗന്ധർവസിദ്ധ വിബുധൈരുപഗീയമാന കർമ്മ അത്ഭുതം സ്വഭവനം ഗരുഡാസനോഗാദ്. അത്ഭുതം സ്വഭവനം ഗരുഡാസന അഗാദ്. ഗരുഡാസനായ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് തന്നെ വന്നതുപോലെ തന്നെ തന്റെ ഭവനത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് ഈ ഇന്ദ്രദ്യുമ്നനെ അല്ലെങ്കിൽ ഗജേന്ദ്രനെ വിഷ്ണു പാർഷദനാക്കിക്കൊണ്ട് കൊണ്ടുപോയി അഗാദ് ഗമിച്ചു. ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എന്നുള്ള ലീല വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഫലശ്രുതിയാണ് പറയുന്നത്. യേ തന്മഹാരാജ തവേരിതോ മയാ കൃഷ്ണാനുഭാവോ ഗജരാജമോക്ഷണം സ്വർഗ്യം യശസ്യം കലികൽമഷാപഹം ദുസ്വപ്നനാശം കുരുപര്യസൃണ്വതാം യഥാനുകീർത്തയന്ത്യേതത് ശ്രേയസ്കാമാദ്വിജാതയഃ ശുചയഃ പ്രാതരുത്ഥായ ദുസ്വപ്നാദ്യുപശാന്തയേ ഇദമാഹ ഹരിഃ പ്രീതോ ഗജേന്ദ്രം കുരു സത്തമ ശൃണ്വതാം സർവഭൂതാനാം സർവഭൂതമയോ വിഭുഃ. അപ്പൊ ഇത് ഫലശ്രുതി, ആദ്യത്തെ 2 ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ ആ ഹരി തന്നെ പ്രീതനായി ഇപ്രകാരം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗജേന്ദ്രമോക്ഷം കഥയുടെ മാഹാത്മ്യം ഭഗവാന്റെ വാക്കുകളായിട്ട് തന്നെ വർണ്ണിക്കുകയാണ്. അടുത്തുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ ഇല്ല, നാളെയും വൈകുന്നേരം. നാളെ ശിവരാത്രി. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. നാളെ രാവിലെ പുറത്ത് പ്രഭാഷണമുണ്ട് 10:30 മണിക്ക്. തിരുവല്ലാമലയ്ക്ക് അടുത്ത് പാമ്പാടി സോമേശ്വരം ശിവക്ഷേത്രം. അവിടെ രാവിലെ 10:30 to 12:30 ശിവരാത്രി പ്രഭാഷണം. അത് കഴിഞ്ഞ് അവിടുന്ന് അന്നദാനവും സ്വീകരിച്ച് വരും. വൈകുന്നേരം ഇവിടെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇത് തുടർന്ന് കാണാം. പിന്നെ നമുക്ക് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ശിവകീർത്തനങ്ങളൊക്കെ കുറച്ച് ആലപിക്കാം. അതന്നെ സ്പെഷ്യൽ. സന്ധ്യയ്ക്ക് ശേഷം ശിവകീർത്തനങ്ങളൊക്കെ കുറച്ച് നോക്കാം. ലൈവ്. ശിവരാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ആചരിക്കാം. ആവും പോലെയൊക്കെ, ശക്തി പോലെയൊക്കെ, ആരോഗ്യമുള്ളതുപോലെ. ക്ഷീണമാവുമ്പോൾ നിർത്താം. തൊണ്ട വേണമല്ലോ, തൊണ്ടയും എനർജിയും വേണം. അപ്പോൾ അതാവും പോലെ ചെയ്യാം. അപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് ശേഷം കാണാം. ഹരിയോ. രാവിലെ നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ പോവുക, നാമജപാദികൾ ചെയ്യുക, കീർത്തനങ്ങൾ പാടുക ഒക്കെ ചെയ്യാം. ഓം നമഃശിവായ എന്നുള്ള ആ മഹാമന്ത്രം പഞ്ചാക്ഷരി എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലാം. 1 മണിക്കൂർ തുടർച്ചയായിട്ടിരുന്ന് ചൊല്ലാം. അല്ലെങ്കിൽ 1008 പ്രാവശ്യം ചൊല്ലാം, 108 പ്രാവശ്യം ചൊല്ലാം. അങ്ങനൊരു നിശ്ചയം വെച്ച് ചെയ്യുക. ഒപ്പം ശിവകീർത്തനങ്ങൾ അതൊക്കെ പാടാം, സഹസ്രനാമങ്ങൾ ചൊല്ലാം, എല്ലാം ചെയ്യാം. എന്തായാലും രാവിലെ ഞാൻ പോയിട്ട് വരാം. ഹരി ഓം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.
ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, ശിവരാത്രി. ഓം.